ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മൈൻക്രാഫ്റ്റ് സീരീസിൻ്റെ പാർട്ട് 2 ആയിട്ടാണ്. പാർട്ട് 2 നമ്മൾ പിന്നെ കുറച്ച് കളിച്ചതായിരുന്നു, അത് റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഞാൻ ബെഡൊക്കെ ഉണ്ടാക്കി ഗൈസ്. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിച്ചോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഗൈസ്. ഓക്കെ, ചെറിയതായിട്ട് ലാഗൊക്കെ ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എന്ത് ഞാൻ എപ്പോഴും ചത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം അത്യാവശ്യത്തിന് നമ്മുടെ കയ്യിൽ വുഡും ഉണ്ട്, സ്റ്റോണും ഉണ്ട്, കോബിൾ സ്റ്റോൺ. അപ്പോൾ നമുക്കിനി ഒരു വീടിന് പറ്റിയൊരു സ്ഥലം, അതായത് വീട് വേണം ഇനി നമുക്ക്. നമ്മൾ പിന്നെ ഈ സ്ഥലത്തേക്ക് എത്തി, ഉണ്ടാക്കിയിട്ട് ഈ സ്ഥലത്തേക്ക് എത്തി. ഓക്കെ ഗൈസ്, ഒന്ന് സ്റ്റെക്കായി പോയി. എന്തായാലും നമുക്ക് ഇത് പശു, ഇത് പുതിയ വന്ന ഏതോ അനിമലാന്ന് തോന്നുന്നു. പശു, പക്ഷെ മറ്റേ പശു ഇല്ലേ, എന്താ പറയാ അതിനെ, കാളെ അറിയില്ല കേട്ടാ. പന്നിയൊക്കെ ഈ കളറില്ല, എൻ്റെ മോനെ, പന്നിയൊക്കെ ഈ കളറില്ലേ എപ്പോഴാ. ഓക്കെ ഗൈസ്, നമ്മളിത് അവിടെ പോകുന്നു. അവറ്റകളെ നോക്കേണ്ട ആവശ്യമില്ല, നോക്കാതിരിക്കുകയാണെങ്കിൽ നമുക്കൊരു കുഴപ്പം ഉണ്ടാവില്ല. ഓക്കെ, നമുക്കൊരു വീടിന് പറ്റിയൊരു സ്ഥലമാണ് വേണം. ഇത് പെർഫെക്റ്റ് അല്ലേ? ഈ സ്ഥലം ഒരു നല്ല സ്ഥലമല്ല. ഗൈസ്, വില്ലേജ് എൻ്റെ മോനെ, ലക്കിയസ്റ്റ് പേഴ്സൺ. ഞാൻ പറഞ്ഞില്ലേ, ഇത് തുടങ്ങിയപ്പോൾ തന്നെ നല്ല ലക്കായിരുന്നു. അപ്പോൾ ഇത് അവിടെ എത്തി, നമുക്ക് നല്ല ലക്കുണ്ട്. ഇനി നമ്മൾ എന്തിനാ പേടിക്കേണ്ട ആവശ്യം, ഒരു പേടിയും വേണ്ട. ഇനി എന്തൊക്കെ അറിയായിരുന്നു, അറിയില്ല. ഗൈസ്, ലക്കിയസ്റ്റ് പേഴ്സണിൻ്റെ വീടുണ്ട്. നമ്മളിവിടെ റീസ്പോൺ പോയിൻ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് ഇനി നമ്മുടെ വീട്. വില്ലേജ് കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ നമുക്ക് വില്ലേജിൻ്റെ അടുത്തൊരു വീടുണ്ടാക്കാം. അപ്പോൾ തൽക്കാലത്തേക്കുള്ള വീടാണ് അവിടെ ഉള്ള ആ വീട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പെറുക്കാം. അപ്പം ഇനി നമ്മുടെ സർവൈവൽ സീരീസൊക്കെ ഏകദേശം സുഖമായിട്ട് പോവും. ഫുഡൊക്കെ അവിടുത്തെ വില്ലേജേഴ്സ് തന്നെ ഉണ്ടാക്കി തരും. നമുക്ക് ഫുഡിനെ കുറച്ച് ആൾക്ക് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. പൂച്ച, ഈ പൂച്ചനെ ഒന്ന് ടൈം ചെയ്തെടുക്കാം. നമുക്ക് പൂച്ചനെ എങ്ങനെ ടൈം ചെയ്തെടുക്കാമെന്ന് ഞാൻ മറന്നുപോയി. ഇല്ലാത്തൊരവസ്ഥയിലാണ്. നമുക്ക് ഒറ്റയാളെ ടൈം ചെയ്തെടുത്താലോ. ഒരു പൂച്ചൻ്റെ കയ്യിൽ ഇതെങ്ങനെയാണ്? പൂച്ചക്ക് മീനല്ലേ കൊടുക്കേണ്ടത്? ഇതിലൂടെ വല്ല കാട്ടായി കിട്ടാൻ നോക്കട്ടെ. നമുക്ക് മീനെ പിടിക്കാൻ നോക്കാം. എന്തായാലും നല്ല പ്ലേസിൽ വന്നിട്ട് അതാ വേറൊരു ഐഡിയ വന്നു ഗൈസ്. സ്റ്റോണല്ല, നമുക്ക് ഇൻഫിനിറ്റായിട്ട് ഇതുണ്ടാക്കാം. ഗൈസ്, ലാഗ് അയൺ ഗോളം ഫിനിഷ്ഡ്. രാത്രിയായ നമുക്ക് എന്തായാലും ഇനി അയണ്ട സാധനങ്ങൾ ഉണ്ടാക്കാം. അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നു. നമുക്കിനി നമ്മളെ തൽക്കാലത്തേക്കുള്ള ആ വീട്ടിൽ കയറിയിട്ട് ഉറങ്ങിയിട്ട് ബാക്കി രാവിലെ. തൽക്കാലത്തേക്കുള്ള വീട്ടിലൊന്നും കയറേണ്ടതില്ല, അങ്ങോട്ട് കയറാം. ഇതിൻ്റെ വീടാ നമ്മുടെ പോയിൻ്റ് സെറ്റാക്കിയിട്ടുണ്ട്.
എന്താണ് എൻ്റെ വിചാരം? ഞാനിപ്പോൾ അയൺ ഗോളത്തിനെ കൊന്ന ആളാണ്. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത പവർ ഓഫ് ആ പവർ. എല്ലാവരും വീട്ടിൽ പോടാ. എന്നോട് ക്ഷമിക്കണം. ക്യാരറ്റ് തിന്ന് തീർക്കാം. എവിടെയായിരുന്നു ഗൈസ്? നമ്മുടെ ക്യാരറ്റ് നമുക്ക് എടുത്തേക്കാം. നൈസ്. ഓക്കെ, ഇനി നമുക്ക് ടോർച്ച് എടുക്കണം. അല്ലെങ്കിൽ വേണ്ട, നല്ലപോലെ പണിയെടുത്തോ, അല്ലെങ്കിൽ എന്നെ ശമ്പളം തരൂല. ഓക്കെ. എടാ, ഈ ആക്സ് ഇങ്ങനെ എത്ര പെട്ടെന്ന്. അതിന് മുമ്പ് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യണം. എന്താ ഇപ്പോൾ ക്രാഫ്റ്റ് ചെയ്യുക? ആദ്യം ഒരു സോഡ് ക്രാഫ്റ്റ് ചെയ്യണം. അതിന് നമുക്ക് ആദ്യം സ്റ്റിക്സ് വേണം. സ്റ്റിക്ക് ഞാൻ തീർത്തോ? സ്റ്റിക്ക് തീർത്തോന്ന്. ഒരു സ്വാഡ്, ഒരു ഷീൽഡ്, വേറെ ഷീൽഡ്, ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ആർമറൊന്നും ഉണ്ടാക്കാൻ നോക്കുന്നില്ല. എന്തായാലും നമ്മുടെ കയ്യിൽ ഇതൊക്കെ ഇല്ലേ, അതായത് നമ്മുടെ അയൺ ഗോളം വീണ്ടും റീസ്പോൺ ആവും. നമ്മൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. എൻ്റെ വീട്ടുകാരൻ ആടാ കുതിര ഫാം. കുതിര അവിടെ. ആ കുതിരയുടെ വീട്ടുകാർ അവിടെ കിട്ടാം. മര്യാദക്ക് നിന്നോ, അല്ലെങ്കിൽ ഞാൻ എന്നെ കൊല്ലും. അവിടെ ഇവനക്ക് നല്ല ഹെൽത്ത് ഉണ്ട് കേട്ടോ. നല്ല കുതിരയെന്ന് തോന്നി. നമുക്ക് എന്തായാലും അവനെ പുറത്തേക്ക് ഇറങ്ങിക്കോളാം. കുഴപ്പമില്ല, ഇങ്ങോട്ട് ഇറങ്ങിക്കോ. അല്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ. നമുക്ക് സാഡിൽ കിട്ടുമ്പോൾ ഇവനെ പുറത്തിറക്കിയിട്ട് ഇതാക്കാം. നമ്മുടെ എന്താ പറയുക, റൈഡ് ചെയ്യാൻ പറ്റുന്നവരെയാക്കാം. ഇനി നമുക്ക് ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് ചെസ്റ്റ് ഇവിടെ വെക്കുന്നു. നമ്മൾ വിലപ്പെട്ട സാധനങ്ങൾ അവിടെ എടുത്ത് വെക്കുന്നു. കുക്ക്ഡ് ബ്രെഡ്, ഷീൽഡ്, എന്തായാലും ഓഫ്കോഴ്സ് ഷീൽഡ് അവിടെ ഞാൻ ഇടും. ഓക്കെ, സെറ്റ് ഗൈസ്. ഇനി നമുക്കൊരു ഇതും കൂടി വേണം, സ്റ്റോണിൻ്റെ ആക്സ്. സ്റ്റോൺ അവിടെ കൊണ്ട് വെച്ച്. അതെ, സ്റ്റോണ് തീർന്നു. നമുക്കൊരു സ്റ്റോണിൻ്റെ ആക്സ്. സ്റ്റിക്ക് എടുക്കാൻ മറന്നു. ഓക്കെ, നൈസ്. ഇത് കിടക്കുന്നു. അയൺ ഗോളത്തിനെ കൊന്നിട്ടാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ സ്ഥലമാണ്. ഇവിടെ ആരെങ്കിലും വന്ന് ഇതിൻ്റെ സ്ഥാനം എടുക്കാൻ നോക്കുകയാണെങ്കിൽ ഞാൻ എല്ലാത്തിനെയും കൊല്ലും. നമ്മളിവിടെ നമ്മുടെ ബെഡ് വെക്കുന്നു. ഇത് വെക്കുന്നു. ഈ ബെഡ് പഴയത്തെ. ഇനി എൻ്റെ വീട് കേട്ടോ, ഇവിടെ കിടന്നുറങ്ങിയാൽ മതി. നമുക്ക് ഷീപ്പിനൊന്നും കൊണ്ടുവരണ്ട. ഇപ്പം ഷീപ്പിനെ കൊല്ലേണ്ട അത്ര വലിയ ദാരിദ്ര്യമൊന്നും നമുക്കിപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഷീപ്പിനെ കൊല്ലുന്നുമില്ല. ഓക്കേ, ഇനി എന്താപ്പം ചെയ്യുക? നമ്മളിപ്പോൾ വീടിന് പറ്റിയൊരു സ്ഥലവും കണ്ടുപിടിച്ച് അയൺ ഗോളുണ്ടോ? അയണും കണ്ടുപിടിച്ച അത് വേറെ കാര്യം. ഇനി അയൺ ഗോളല്ലേ? നമുക്ക് അയൺ ഗോളം വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ആരും കാണുന്നില്ല. പെട്ടെന്നൊരു സംശയം. ഇവനെവിടെ? അയൺകോളം. ഓക്കെ. എടാ അവിടെ അയൺകോളെ.
ഇതെടുത്തില്ല. ബ്ലോക്ക് എടുത്ത് വീട്ടിലാണെങ്കിൽ ബ്ലോക്ക് പെട്ടെന്ന് കുതിരക്കുഞ്ഞൊക്കെ ഇവിടെ. അപ്പോൾ ഈ സർവർ ഫുള്ള് കുതിരയാണ് തോന്നുന്നു. കുതിര കൊണ്ട് ഒരു അറിഞ്ഞ എന്തോ സാധനം. കുതിരയുടെ ഒരു കോളനി. എവിടെ എടാ അയൺകോളം പോയി. അയൺകോളമേ, ഞാൻ നിന്നെ കൊല്ലാൻ വന്നു. പുനർജന്മത്തിൽ ഇന്നെ കൊല്ലാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. അതെന്നെ നോക്കാത്ത ഇതെന്താ ഇന്നെ അടിക്കാത്ത? നമുക്ക് 4 അയണും കൂടിയും കിട്ടിയിട്ടുണ്ട് ഗൈസ്. സെറ്റ്, ഇത് മതി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ.